കർത്താവെ, അങ്ങ് വന്ന് കൈവയ്ക്കുകയാണെങ്കിൽ എൻ്റെ മകൾ ജീവിക്കും. മരിച്ചുപോയ ഒരു പെൺകൊച്ചിൻ്റെ അപ്പൻ വന്നിട്ട് കർത്താവിനോട് പറയുന്ന കാര്യമാണിത്. എന്തൊരു വിശ്വാസമാണ് നോക്കണേ. മോളവിടെ മരിച്ചു കിടക്കുക. ആ മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ ജീവനിലേക്ക് തിരികെ എടുക്കാൻ ഇവൻ്റെ സാന്നിധ്യത്തിന്, ഇവൻ്റെ സ്പർശനത്തിന് പറ്റുമെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ ആശാരിപ്പണിക്കാരൻ ദൈവമാണെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് ദൈവത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഈ മനുഷ്യര് രക്ഷയും ജീവനുമാണ് കുടുംബത്തിൽ കൊണ്ടുവരുന്നതെന്നറിയാം. എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏത് നേരവും നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വാ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വാ. ദൈവത്തെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നവര്, ദൈവത്തെ ബന്ധങ്ങളിലേക്ക് ക്ഷണിക്കുന്നവര് ജീവനെയാണ് ക്ഷണിക്കുന്നത്, സന്തോഷത്തെയാണ് ക്ഷണിക്കുന്നത്, ശരിക്കും രക്ഷയെയാണ് ക്ഷണിക്കുന്നത്. നമ്മുടെ കുടുംബത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നുവെന്ന്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഈശോ സഖ്യവൂസിനോട് പറയുന്ന കാര്യമാണ്. കാരണം ആ സമയത്ത് കർത്താവ് അവിടെ ഉണ്ട്. അത്രയും നാൾ ആ കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യമില്ല. അത് കർത്താവില്ലാത്തത് കൊണ്ട്. കുടുംബത്തിൽ ജീവൻ വരണമെങ്കിൽ, അത് മരിച്ചു കിടക്കുന്ന ഒരു പെങ്കൊച്ചിന് കർത്താവ് പറയുന്നുണ്ട്, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. നമ്മൾ മനുഷ്യർ നോക്കുന്നത് പോലുള്ള വലിയ പ്രയാസങ്ങളുടെ നേരെ കർത്താവ് നോക്കുമ്പോൾ അത് ഈശോയ്ക്ക് എടുത്തു മാറ്റാവുന്ന കാര്യമുള്ളൂ. നമ്മൾ വലിയ വായില് നിലവിളിക്കുന്ന ചില കാര്യങ്ങള് കർത്താവ് ഇടപെട്ട് കഴിയുമ്പോൾ എന്തൊരു സിമ്പിളായിട്ടാണ് മാറിപ്പോകുന്നത്. വീട്ടിലേക്ക് കർത്താവിനെ ക്ഷണിക്കുന്നു.